നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞുമോൻ ഭാര്യ ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ചരട് മുറുക്കി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രായപൂർത്തിയാകാത്ത 15 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതി പിടിയിൽ. പ്രമുഖ വ്ളോഗർ ജോബി ചുവന്നമണ്ണ് സഞ്ചരിച്ച കാറിന് പുറകിൽ മറ്റൊരു കാർ വന്നിടിച്ചു. പാളഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വെണ്ടൂരിൽ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ മാംസവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് പൂട്ടിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൊന്നക്കുഴി ഗവൺമെന്റ് LP സ്കൂളിൽ പഠന ഉപകരണങ്ങൾ വിതരണം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. കുഞ്ഞുമോൻ ഭാര്യ ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ചരട് മുറുക്കി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വരന്തരപ്പിള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ. കണ്ണാറ സ്വദേശി തെങ്ങലാൻ വീട്ടിൽ 49 വയസ്സുള്ള കുഞ്ഞുമോനെയാണ് വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ 35 വയസ്സുള്ള ദിവ്യയെ ചരട് കൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ചരട് ഇവരുടെ വീടിന് പുറകിലുള്ള കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി DYSP PC ബിജുകുമാർ, വരന്തരപ്പിള്ളി SHO KP മനോജ്, SIമാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, ASI അലീമ, സീനിയർ CPOമാരായ മുരുകദാസ്, സലീഷ് കുമാർ, സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത 15 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പിലാവ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് കൊരട്ടിക്കര പ്രിയദർശിനി നഗറിൽ താമസിക്കുന്ന ആനപ്പറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള റഷീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വാഹനത്തിൽ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയതിനു ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും പിന്നീട് വാഹനത്തിൽ വെച്ചും പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതായാണ് പരാതി. സംഭവം കുട്ടി അധ്യാപകരോട് പറഞ്ഞതോടെ അധ്യാപകർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുന്നംകുളം പോലീസിന് പരാതി കൈമാറി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രമുഖ വ്ളോഗർ ജോബി ചുവന്നമണ്ണ് സഞ്ചരിച്ച കാറിന് പുറകിൽ മറ്റൊരു കാർ വന്നിടിച്ചു. അപകടത്തിൽ ജോബിയുടെ കാലിന് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 6:30 പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിരുന്നു അപകടം. എറണാകുളത്തേക്ക് പോയിരുന്ന ജോബിയുടെ കാറിന് പുറകിൽ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജോബിയുടെ കാർ മുന്നിലുള്ള 2 വാഹനങ്ങളിൽ ചെന്നിടിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ജോബിയുടെ കാർ തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. അപകടത്തിൽപ്പെട്ട കാർ ക്രെയിൻ എത്തിച്ചാണ് മാറ്റിയത്. പാളഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടൂക്കര സ്വദേശി ഷമീർ മകൻ 17 വയസ്സുള്ള ഷഹബീനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പാറയ്ക്ക് മുകളിൽ നിന്നും കാലുവഴുതി വീണാണ് ഷഹബീന് ഗുരുതര പരിക്കേറ്റത്. വെണ്ടൂരിൽ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ മാംസവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് പൂട്ടിച്ചു. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരുന്നത്. ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. വരാക്കര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത്. പരാതിയായതോടെ ഉടമ കടപൂട്ടി സ്ഥലം വിടുകയായിരുന്നു.
തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും കടയിൽ പരിശോധന നടത്തി. പഞ്ചായത്തിലെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടില്ലെന്നും അധികൃതർ കണ്ടെത്തി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MP ഹരീഷ്, നസ്രീൻ നവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ കടയ്ക്കെതിരെ മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടതിനെ തുടർന്ന് അടച്ചിട്ട ഷോപ്പ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ വെണ്ടൂരിലെ മാംസവിൽപ്പന കേന്ദ്രം വീണ്ടും തുറന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റൺസ് കണ്ണമ്പുഴ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പ്രിൻസൺ തയ്യാറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന് പിന്നാലെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്ന് പരിശോധന നടത്തി. അനധികൃതമായി പ്രവർത്തിച്ച സ്ഥാപനം അധികൃതർ പൂട്ടിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൊന്നക്കുഴി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 25 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,955 രൂപ, പവന് 71,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഞ്ഞുമോൻ ഭാര്യ ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ചരട് മുറുക്കി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രായപൂർത്തിയാകാത്ത 15 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. പ്രതി പിടിയിൽ. പ്രമുഖ വ്ളോഗർ ജോബി ചുവന്ന മണ്ണ് സഞ്ചരിച്ച കാറിന് പുറകിൽ മറ്റൊരു കാർ വന്നിടിച്ചു. പാളഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വെണ്ടൂരിൽ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ മാംസവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് പൂട്ടിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൊന്നക്കുഴി ഗവൺമെന്റ് LP സ്കൂളിൽ പഠന ഉപകരണങ്ങൾ വിതരണം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.